ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധരയെ തളർത്തിക്കൊണ്ട് ഗൗതമിൻ്റെ ശാന്തി മുഹൂർത്തം തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ പാറു ഇന്ന ഡേറ്റാണ് എന്ന് പറയാണ്, ഇവൾക്ക് സ്വർണ്ണങ്ങളൊക്കെ എടുത്തു കൊടുക്കുക എന്ന് പറയാം കേട്ടോ. അങ്ങനെ നിധിയെയും കൊണ്ട് സ്വർണ്ണം എടുക്കാൻ ഇവർ ജ്വല്ലറിയിലോട്ട് പോകാൻ കേട്ടോ. ഈ സമയം നിധി തനിക്കിഷ്ടപ്പെട്ട ഒരു മാല കാണിക്കൂട്ടോ. രണ്ട് വലിയ മാല ആയിരിക്കും നിധി കാണിക്കുക. അപ്പോൾ ഗൗതം പറയാം, നിനക്കിതൊന്നും ചേരില്ല, നീ ഇതിട് എന്ന് പറഞ്ഞിട്ട് പ്രായമായവർ ഇടുന്ന ഒരു നെക്ലേസും ഒരു കമ്മലും എടുത്ത് കൊടുക്കുമ്പോൾ നിധി പറയാൻ, എനിക്കിത് വേണ്ട, എനിക്കിഷ്ടപ്പെട്ട നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റുമോ? അതിനെന്താ, വെയിറ്റ് കൂടുതലായതുകൊണ്ടാണോ, നിങ്ങൾ ക്യാഷ് കൂടി എന്നതുകൊണ്ടാണ് നിങ്ങളത് എനിക്ക് എടുത്തു തരാത്തതെന്ന് പറയുമ്പോൾ, നിനക്ക് ഇതേ ചേരുള്ളൂ, നിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നീ ഈ നെക്ലേസ് ഇട്ടാൽ മതി എന്ന് ഗൗതമിനോട് പറയുമ്പോൾ നിധി പറയാണ്, എനിക്കൊന്നും വേണ്ട, ഞാൻ ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞ് നിധി അങ്ങ് ഇറങ്ങിപ്പോവാണ് കേട്ടോ. പിന്നീട് പുറത്ത് നിന്നിട്ട് ഭാര്യയാണ്, എന്നോട് സ്നേഹമാണ്, എന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറയും, പക്ഷേ എനിക്ക് എൻ്റേതായ ഇഷ്ടങ്ങൾക്കുള്ള ഒരു കാര്യവും വാങ്ങിത്തരില്ല. എങ്ങനെ വസുന്ധരയുടെ അല്ല മകൻ ആ സ്വഭാവം കാണിക്കുന്നുണ്ട് എന്നിങ്ങനെ ഗൗതമിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു ഐസ്ക്രീം ഉണ്ടാവും കേട്ടോ. എന്താ കുട്ടി ഇത്ര ദേഷ്യത്തിൽ ഇത്ര കോപത്തിൽ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ, അതിപ്പോൾ നിങ്ങളോട് പറയണമെന്നുണ്ടോ? എന്നാൽ ഇപ്പോൾ അത് തണുക്കണമെന്നുണ്ടെങ്കിൽ താനൊരു പണി ചെയ്യേ, ഇതൊരു ഐസ്ക്രീം വാങ്ങി കഴിക്കുമെന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിധി പറയണം, എനിക്ക് ഐസ്ക്രീം പോയിട്ട് ഒരു മിഠായി മേടിക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് എനിക്ക് വാങ്ങാനും കഴിയില്ല. നിങ്ങൾ ഇത്രയും വലിയ കാറിലൊക്കെ വന്നിട്ട് ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ഇങ്ങനെയൊരു പിണക്കം ഉണ്ടാവും എന്ന് വെച്ച് കുട്ടിയെ ഐസ്ക്രീം കഴിക്കാതിരിക്കണ്ട, കുട്ടി ഐസ്ക്രീം കഴിച്ചോളൂ എന്ന് പറയുമ്പോഴായിരിക്കും നിധിക്ക് ഈ ഓർമ്മ വരുന്നത്, നിങ്ങളുടെ കാറിൽ എന്ന് അയാൾ പറയുകയും ചെയ്തു കേട്ടോ. അങ്ങനെ നിധി പറയാണ്, എന്നാൽ ശരി, ഒരു ഐസ്ക്രീം ആവട്ടെ, നിങ്ങൾ പറഞ്ഞതുപോലെ തണുക്കാൻ നല്ലതാണ്, എനിക്കൊരു ഐസ്ക്രീം എടുത്തോളൂ. അപ്പോൾ ക്യാഷ് ഉണ്ടോ? അതിനല്ലേ ഈ വണ്ടി നിങ്ങൾ സ്വന്തമാക്കിക്കോളൂ. കുട്ടിക്ക് എന്താ വട്ടാണോ? എന്നെ കളിയാക്കുകയാണ്, വെറും 120 രൂപയ്ക്ക് നീ ഒരു കാറ് എനിക്ക് തരുന്നത് എന്തിനാ എന്ന് പറയുമ്പോൾ, എനിക്ക് വേണ്ടാഞ്ഞിട്ട്, അതുകൊണ്ടാണ്, നിങ്ങൾ എടുത്തോളൂ, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, അതുകൊണ്ട് കാർ എടുത്തോ. സത്യമാണോ? എൻ്റെ ഭാര്യ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കാറിൽ യാത്ര ചെയ്യണം, സ്വന്തമായ ഒരു വണ്ടി വേണം എന്ന ആഗ്രഹം അവൾക്കുണ്ട്, എന്നാൽ അത് സാധിക്കുമോ? സത്യമാണോ എന്ന് പറയുമ്പോൾ, ഞാനെന്തിനു കള്ളം പറയണം, ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലേ നിങ്ങളെ കബളിപ്പിക്കാൻ, നിങ്ങൾ അത് എടുത്തോളൂ എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന ഐസ്ക്രീംകാരൻ നിധിക്ക് ഒരു ഐസ്ക്രീം കൊടുക്കണം. പിന്നീട് നിധി ഒന്നും നോക്കില്ല, നിധി ഈ ഐസ്ക്രീം എടുത്ത് ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ഈ സമയം ഈ ഒരു ഐസ്ക്രീംകാരൻ എന്ത് ചെയ്യും, ഗൗതമിൻ്റെ വണ്ടി ഇങ്ങനെ സ്വപ്നമാണോ, അത് യാഥാർത്ഥ്യമാണോ, അത് വിശ്വസിക്കാൻ പറ്റുമോ ആ കുട്ടി പറഞ്ഞത് എന്നൊക്കെയുള്ള ഭാവത്തിൽ ആ വണ്ടിയെ ഇങ്ങനെ തൊട്ട് തുരുമ്പി ഇങ്ങനെ നിൽക്കുമ്പോൾ ഗൗതം പറയാം, നിങ്ങൾ എന്തേ കാണിക്കുന്നത്, എൻ്റെ വണ്ടിയുമേ നിങ്ങൾ എന്തിനാ ഇങ്ങനെ തൊടുന്നത്, ഇത് നിങ്ങളുടെ വണ്ടി, അത് എൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഉടൻ തന്നെ ആര് പറഞ്ഞു, ഇതെൻ്റെ വണ്ടിയാണ്, എൻ്റെ വണ്ടിയുടെ ചാവി ഇതാ, മര്യാദക്ക് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ അയാൾ പറയും, നിങ്ങളുടെ ഭാര്യയല്ല നിൽക്കുന്ന അവളാണ് എന്നോട് ഈ വണ്ടി എടുത്തോളാൻ പറഞ്ഞത്, അവൾ വണ്ടി എടുക്കാൻ പറയുക, അവൾക്ക് എന്ത് അർഹതയുള്ളൂ, അവൾ എൻ്റെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു, ആ ഐസ്ക്രീമിന് ക്യാഷ് തരാനില്ലാത്തത് കൊണ്ട് തന്നെ ഈ വണ്ടി സ്വന്തമാക്കിക്കോളൂ എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയതെന്ന് പറയട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് യാതൊരു സ്നേഹവും ഇല്ലേ എന്ന് പറയുമ്പോൾ, താൻ ഇത്ര പൊട്ടനാണോ, അത് ഓടാത്തൊരു വാച്ച് പോലെയാണ് എൻ്റെ ഭാര്യ, അതിനെക്കൂടി ഞാൻ തന്നെ മലങ്ങിയിരിക്കുകയാണ്, 120 രൂപക്ക് ആരെങ്കിലും കാറ് തരുമോ തനിക്കിപ്പോൾ എന്താ വേണ്ടത്, താൻ എൻ്റെ കാറിൽ നിന്നങ്ങ് മാറി നിൽക്ക്, തനിക്ക് ഞാൻ ക്യാഷ് തരാം എന്ന് പറഞ്ഞിട്ട് 10,000-20,000 രൂപ എടുത്ത് കൊടുക്കണം കേട്ടോ. ഇത് എൻ്റെ ഭാര്യ ഓടാത്ത വാച്ചായതുകൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ക്യാഷ് നിനക്ക് തരുന്നത്, അല്ലാതെ മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് നീ 120 രൂപക്ക് ഒരു കാറ് സ്വന്തമാക്കാൻ നോക്കുന്ന നിൻ്റെ ഈ ആർത്തി ഉണ്ടല്ലോ, അതങ്ങ് മാറ്റി തന്നേനെ എന്ന് ഗൗതം പറയാണ് കേട്ടോ. അങ്ങനെ അയാൾക്ക് ക്യാഷ് കൊടുത്ത് ഗൗതം നിധിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. ഈ സമയം നിധി ഐസ്ക്രീം കഴിക്കുന്നത് കാണുമ്പോൾ ഗൗതമിന് തന്നെ വായിൽ വെള്ളം വരുന്നു. പക്ഷേ വേറെ ഒന്ന് മേടിച്ച് കഴിക്കാൻ ഗൗതമിന് ഇഷ്ടപ്പെടുന്നില്ല, നിധിയുടെ ബാക്കി അത് കഴിക്കാനാണ് ഗൗതമിന് ആഗ്രഹം. അങ്ങനെ ഗൗതം നിധിയോട് പറയണേ, എനിക്ക് കുറച്ചൊന്ന് തരുമോ? അപ്പോൾ നിധി പറയാം, ഇല്ല തരില്ല, നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ മേടിച്ച് തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾക്ക് ഞാൻ ഐസ്ക്രീം തരണം, എനിക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, അപ്പോൾ എനിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും താല്പര്യമില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്ത നിങ്ങൾക്ക് ഞാൻ ഐസ്ക്രീം തരില്ല എന്നൊക്കെ പറഞ്ഞ് നിധി അത് ഫുള്ള് കഴിച്ച് ഗൗതമിനോട് പോവാമെന്ന് പറയാം കേട്ടോ. ഈ സമയം ഗൗതം കാറിൽ കയറിയ ഉടൻ തന്നെ, ഇന്ന് നമ്മുടെ ശാന്തി മുഹൂർത്തമാണ്, ഇന്ന് ശാന്തി മുഹൂർത്തമില്ല, നിങ്ങളുടെ ലാസ്റ്റ് മുഹൂർത്തമാണ്, ഞാൻ കാണിച്ചു തരാമെന്ന് നിധി പറയണേ. അയ്യോ അതൊന്നും വേണ്ടായേ, എന്നാ ഇത് പിടിച്ചോ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, ഇത് പിടിക്കുക എന്ന് പറയാം കേട്ടോ. ഇതെന്ത് സർപ്രൈസാണ്, നിങ്ങൾ ആ പഴയ സ്വർണ്ണാഭരണം കൂടി വന്നിട്ടുണ്ടാവില്ലേ, ഇതൊന്നും എനിക്ക് വേണ്ട, ഇത് വാങ്ങടോ, താനത് തുറക്കിടോ. അങ്ങനെ നിധി തുറന്ന് നോക്കുമ്പോൾ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ മാലയുണ്ടല്ലോ, ആ 2 മാല അത് ആ പെട്ടിയിൽ കാണണം കേട്ടോ. ഇത് കാണുന്ന നിധിക്ക് ഒരുപാട് സന്തോഷമാകണം. അപ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ വട്ടം കറക്കിയത്, നിങ്ങൾക്ക് അപ്പം തന്നെ അത് വാങ്ങി തന്നാൽ പോരെ? അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറയാണ്, എന്തും അതിൻ്റേതായ ഒരു ത്രില്ലോട് കൂടി വാങ്ങുമ്പോഴല്ലേ നിൻ്റെ ഈ ചൂടും ശുണ്ടിയൊക്കെ കാണാൻ ഭംഗി എന്ന് പറഞ്ഞിട്ട്
ആ നെക്ലേസ് അങ്ങ് സമ്മാനിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നിധി പറയാണ്, ഈ നെക്ലേസ് നിങ്ങൾ എൻ്റെ കഴുത്തിൽ കെട്ടിത്തരൂ. അതെന്താ, എൻ്റെ ഭർത്താവിൻ്റെ കൈകൊണ്ട് എന്നെ കെട്ടണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് എന്ന് ഗൗതമിനോട് നിധി പറയുമ്പോൾ ഗൗതം നിധിക്ക് കഴുത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഗൗതം വേറൊരു സർപ്രൈസും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കവർ എടുത്ത് കൊടുക്കണം. ഇതെന്താ, തുറന്ന് നോക്കടോ എന്ന് പറഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അതൊരു നിധി ആ സ്വർണ്ണക്കടയിൽ കയറിയപ്പോൾ തന്നെ ഈ പഴയ വയസ്സായവരിടുന്ന ഈ നെക്ലേസ് മാലയും എടുത്താൽ മതി എന്ന് പറഞ്ഞില്ല, ആ നെക്ലേസ് മാലയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നിധി കാണുമ്പോൾ നിങ്ങളെന്തിനാണ് ഇതെനിക്ക് എടുത്തു തന്നിരിക്കുന്നത്, എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്നെ ചൂടുപിടിപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഗൗതം പറയാം, താനത് വെച്ചിടോ, അത് എൻ്റെ ഇഷ്ടം, ഇത് നിൻ്റെ ഇഷ്ടം, അപ്പോൾ അതും ഉണ്ടാവട്ടെ. അപ്പോൾ നിധി പറയാണ്, ഞാനത് അണിയില്ല എന്ന് പറയണ്ട. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് അമ്മ അവിടെ കാത്തിരിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ നമുക്കൊരു വലിയ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന നിധി പറയണം, അത് വേണ്ട, പാർവൻ്റെ അവിടെ കാത്തിരിക്കുകയാണ്, അതുകൊണ്ട് വലിയ റെസ്റ്റോറൻറ്റിൽ പോകണ്ടെന്ന് പറയുമ്പോൾ അതവിടെ ഇരുന്നോട്ടെ, ആ ഭക്ഷണം അവിടെ ഇരിക്കട്ടെ, എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് നിന്നെയും കൊണ്ട് വലിയൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഇന്ന് ഭക്ഷണം കഴിക്കണം, ഇന്നത്തെ ദിവസം അങ്ങനെയുള്ള ദിവസമാണല്ലോ, അതുകൊണ്ട് നീ വാ എന്ന് പറഞ്ഞിട്ട് നിധി ആ റെസ്റ്റോറൻറ്റിൽ കയറ്റുകയാണ് കേട്ടോ. അപ്പോൾ നിധിക്ക് വല്ലാത്തങ്ങ് സന്തോഷമാവുന്നുണ്ട്. ഇതേ സമയം നിധി ഗൗതമിനെ കെട്ടിപ്പിടിക്കുന്നു, നോക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആ റെസ്റ്റോറൻറ്റിൽ കയറുകയാണ്. അങ്ങനെ കുറച്ച് നടന്നതിന് ശേഷം നിധിയോട് പറയാണ്, നിൻ്റെ കണ്ണ് ഞാൻ പൊത്തട്ടെ, അപ്പോൾ എന്താ ഇന്ന് എന്തെങ്കിലും സർപ്രൈസ് നിങ്ങൾ എനിക്ക് ഒരുക്കുന്നുണ്ടോ? ആടോ, ഇന്ന് നമ്മുടെ ശാന്തി മുഹൂർത്തമല്ലേ, അതുകൊണ്ട് ഒരു വലിയ സർപ്രൈസ് തന്നെ നിനക്ക് തരാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിനെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞിട്ട് കണ്ണും പൊത്തിയിട്ട് ഇങ്ങനെ നിധിയുടെ അമ്മയും അനിയനും ഇരിക്കുന്ന ആ ഭാഗത്തോട്ട് കൊണ്ടുപോകാണ് കേട്ടോ. പക്ഷേ നിധിക്ക് അറിയില്ല അമ്മയും അനിയനും ആ റെസ്റ്റോറൻറ്റിൽ ഉണ്ടെന്ന്. അങ്ങനെ കണ്ണു തുറന്ന നിധി കാണുന്നത് തൻ്റെ അമ്മയെയും അനിയനെ ആയിരിക്കും കേട്ടോ. എന്താ ഇത്, വലിയൊരു സർപ്രൈസ് തന്നെയാണ്. അമ്മ എന്താ ഇവിടെ വരുന്നത്, എന്നോട് പറയാതിരുന്നത്, അതിനെങ്ങനെ ഗൗതം മോൻ സമ്മതിക്കണ്ടേ, അവൻ നിനക്ക് വലിയൊരു സർപ്രൈസ് തരാമെന്ന് കരുതിയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങളെ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് അവിടെ ഗൗതം പറയാണ്, ഇന്ന് നിധി നിങ്ങൾക്ക് എന്തോ ഒരു സർപ്രൈസ് വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു, ഇത് നിധി കൊടുക്കും എന്ന് പറയുമ്പോൾ നിധി തന്നെ ആകെ അന്തം വിടുകയാണ് കേട്ടോ. എന്ത് സർപ്രൈസാണ് തൻ്റെ കയ്യിൽ തരാൻ പോകുന്നതെന്ന ഭാവത്തിൽ നിധി ഗൗതമിനെ നോക്കുമ്പോൾ ആ ഒരു കവറായിരിക്കൂട്ടെ. അങ്ങനെ നിധി കുറച്ച് നേരത്തെ പറഞ്ഞ എന്താ ഇത് വയസ്സായവരിടുന്ന ഈ ഓൾഡ് മാല എനിക്കെന്തിനാ എന്ന് പറഞ്ഞ ആ വാക്കുകൾ നിധിയുടെ മനസ്സിലിങ്ങനെ വരികയാണ് കേട്ടോ. തൻ്റെ അമ്മക്ക് വേണ്ടിയാണ് ഈ ഒരു സാധനം വാങ്ങിയതെന്ന് നിധിക്ക് മനസ്സിലപ്പോൾ അങ്ങനെ സങ്കടമായി തോന്നണം കേട്ടോ. അങ്ങനെ ഗൗതം പറയാം, എന്താ നിധി നീ നോക്കി നിൽക്കുന്നത്, ഇനി നിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നെക്ലേസും മാലയും വാങ്ങിയിട്ട് ഇനി കൊടുക്കാതെ നിൽക്കുന്ന എന്താ, അപ്പോഴും ഗൗതം വാങ്ങി എന്നവിടെ ഗൗതം പറയില്ല, നിധിയെ വലിയ ആളാക്കി തന്നെ നിർത്തും. അങ്ങനെ നിധി തൻ്റെ അമ്മയ്ക്ക് ഇത് കൊടുക്കണം. അപ്പോൾ ചന്ദ്രി പറയാണ്, എനിക്ക് വേണ്ട മോളെ, എനിക്ക് ഇത്രയും വലിയ സ്വർണ്ണാഭരണങ്ങളോടൊന്നും വലിയ ഇഷ്ടമല്ല, അതിനെനിക്ക് അറിയില്ലേ എന്ന് പറയുമ്പോൾ നിധി ഒരു കാര്യം ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. തൻ്റെ പഴയ കാലം, അതായത് നിഖിലിൻ്റെ ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ നിഖിൽ പറയാണ്, എന്താ ചേച്ചി ഇന്നും രസമാണോ കഴിക്കാൻ, നല്ല ചിക്കനൊക്കെ ഇല്ലേ? അപ്പോൾ ഉടൻ തന്നെ ചന്ദ്രി പറയാണ്, മോനെ നീ ഒരു കാര്യം ചിന്തിക്കണേ, നിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നിധി ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കും ഉണ്ടാകും ഒരു ദിവസം വലിയൊരു ഹോട്ടലിൽ കഴിക്കാനും, അതുപോലെ തന്നെ എനിക്ക് നല്ല സ്വർണ്ണാഭരണങ്ങൾ നിധി വാങ്ങിത്തരലും, അങ്ങനെ ഒരു ദിവസം ഈശ്വരൻ നമുക്ക് തരും എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ചന്ദ്രി പറഞ്ഞു, നീ പഴയകാലം ആലോചിച്ചല്ലേ നിധി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാനിത് നടക്കുമെന്ന് പ്രതീക്ഷയല്ല, പക്ഷേ ഈശ്വരൻ ഞാൻ അന്ന് പറഞ്ഞ ആ വാക്കുകൾ എത്ര നന്നാക്കിയിരിക്കുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഗൗതം ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചന്ദ്രി പറയണേ, എന്തായാലും എനിക്ക് സ്വർണ്ണം വേണ്ട, ഇത് വെച്ചേക്ക് എന്ന് പറയട്ടെ. അപ്പോൾ ഗൗതം പറയണേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മകൻ നിഖിൽ ഇപ്പോൾ വലുതായി, അവനൊരു നല്ല ജോലി കിട്ടി, നിങ്ങൾക്ക് ഇതുപോലെ സ്വർണ്ണം വാങ്ങി തന്നാൽ നിങ്ങളത് വേണ്ടെന്ന് പറയുമോ? അപ്പോൾ നിങ്ങൾ എന്നെ മകനായി കണക്കാക്കാത്തത് കൊണ്ടല്ലേ? അങ്ങനെയല്ല മോനെ എന്ന് പറയണം കേട്ടോ. അങ്ങനെ ചന്ദ്രി ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ ആ ഒരു സ്വർണ്ണാഭരണങ്ങൾ അങ്ങ് തിരിച്ചു മേടിക്കണം കേട്ടോ. ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ പാറു ഇങ്ങനെ ബെഡ്റൂം ക്ലിയർ ചെയ്യുന്നുണ്ട്. ശിവാനി ആണെങ്കിലും അവിടെ കയറി കൂടിയിട്ടുണ്ടാവും. അങ്ങനെ ശിവാനിയെ കയറ്റിയത് വസുന്ധര തന്നെയാണ്. പക്ഷേ വസുന്ധരയല്ല എന്ന ഭാവത്തിൽ, നിധിയാണ് എന്ന ഭാവത്തിൽ വസുന്ധര നിൽക്കൂട്ടാം. അങ്ങനെ ഇവരുടെ ശാന്തി മുഹൂർത്തം നടക്കുക എന്ന് പറയുമ്പോൾ ഗൗതം പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ വസുന്ധരയ്ക്ക് ഒന്നും പറയാനും കഴിയുന്നില്ല, വസുന്ധരയ്ക്കെതിരെ നിൽക്കാനും കഴിയുന്നില്ല. അങ്ങനെ ആ ഒരു ശാന്തി മുഹൂർത്തം മുടക്കാൻ ശിവാനിയെ ഏൽപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ശിവാനിക്ക് പിന്നീട് ഗൗതമിൻ്റെ റൂം അലങ്കരിക്കേണ്ടിയൊക്കെ വരികയാണ് കേട്ടോ. ലാസ്റ്റ് അലങ്കാരത്തിന് 2-3 ആളുകളെ പുറത്തു നിന്നും പാറ വിളിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ പിന്നീട് കുറേ പൂക്കൾ കൊടുത്തിരിക്കുന്നു. റോസാപ്പൂക്കളാണ്, മുല്ലപ്പൂ. അപ്പോൾ ഈ റോസാപ്പൂക്കൾ വെച്ച് നീ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ഫ്ലവർ വെച്ച് ഉണ്ടാക്കിയെന്ന് പറയാം കേട്ടോ. അപ്പോൾ ശിവാനി പറയാം, എനിക്കൊന്നും അറിയില്ല എന്ന്
എന്ന് പറയുന്നത്. അതെന്താ തനിക്കറിയുക, എല്ലാ കാര്യങ്ങളും അറിയുന്ന തനിക്ക് ഇത് മാത്രം എന്താ അറിയുക, എനിക്കങ്ങനെയൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ശിവാനി എന്നാൽ ഈ സമയം പാറു ഇനി ഞാൻ തന്നെ ചെയ്യാം, അതാണ് നല്ലത്. എന്നാൽ വസുന്ധര ഇത് കാണുന്നു. അങ്ങനെ വസുന്ധര ശിവാനിയോട് ചോദിക്കുക, എടി നിന്നെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നീ അവൾക്ക് മണിയറ ഒരുക്കാനാണ്. അപ്പോൾ ഉടൻ തന്നെ ഈ മണിയറ ഒരുക്കുകയുള്ളൂ, പക്ഷേ അതിൽ ശാന്തിമുഹൂർത്തം അവരുടെ നടക്കില്ല, അതിനുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോഴായിരിക്കും നിധിയും ഗൗതമും കൂടി കയറി വരുന്നത്. അങ്ങനെ ചന്ദ്രയും കൊണ്ടായിരിക്കും വരുന്നത്. അത് കാണുമ്പോൾ തന്നെ വസുന്ധരയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ പാറു ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നീ ഇത്ര നേരം വൈകി ഗൗതം എന്ന് ചോദിക്കുമ്പോൾ നിധി പറയാണ്, അമ്മേ എൻ്റെ അമ്മയ്ക്ക് വലിയൊരു സർപ്രൈസും ജീവിതത്തിൽ ഞാൻ എൻ്റെ അമ്മയോട് പണ്ട് പറഞ്ഞ വാക്കുകളൊക്കെ എന്ന് ഗൗതം സാർ സാധിപ്പിച്ചു കൊടുത്തു. എൻ്റെ ശാന്തി മുഹൂർത്തത്തിൻ്റെ അന്ന് എൻ്റെ അമ്മയ്ക്ക് നെക്ലേസ് ഒക്കെ വാങ്ങിക്കൊടുത്തിരിക്കുന്നു, ഇതാ കണ്ടോ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ വസുന്ധരക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുക. അപ്പോൾ പാറു പറയുന്നുണ്ട്, എന്ത് ഭംഗിയുള്ള നെക്ലേസ് ആണ് എന്നൊക്കെ പാറു ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ വസുന്ധര പറയാണ്, നീ വല്ലാത്ത ഭാഗ്യവതി തന്നെ. സാധാരണ ശാന്തി മുഹൂർത്തം നടക്കുമ്പോൾ നിൻ്റെ അമ്മയാണ് നിനക്ക് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരേണ്ടത്. എന്നാൽ നിൻ്റെ ശാന്തി മുഹൂർത്തം നടക്കുമ്പോൾ നിൻ്റെ അമ്മയ്ക്ക് നീ സ്വർണം കൊടുക്കുന്നത് അത് എവിടുത്തെയും ഒരു ചടങ്ങല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കുമ്പോൾ ഗൗതം പറയണേ, ഇതേ അമ്മ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട, ഇതെൻ്റെ ഇഷ്ടമാണ്, ഞാൻ അവരുടെ സ്വന്തം മകനായി തന്നെ അവരെ കണക്കാക്കുന്നത്, അതുകൊണ്ട് ഭാര്യ ഭർത്താവ് എന്നുള്ള ഇത് ഞങ്ങൾക്കിടയിൽ ഇല്ല എന്ന് പറയട്ടോ. ഇതേ സമയം നിങ്ങൾ ഫുഡ് കഴിച്ചോ എന്ന് പറയുമ്പോൾ ഇല്ല വേണ്ട ഞങ്ങൾ പുറത്തു നിന്നും കഴിച്ചു എന്ന് നിധി പറയാണ്. അങ്ങനെ പിന്നീട് ഇവർ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ നിധിക്കും ഗൗതമിനും തന്നെ ആകെ നാണമാവാണ്. ഈ ഒരു മണിയറ ഈ ഒരു ഇത് ഒരുക്കിയിരിക്കുന്നത് കാണുമ്പോൾ വല്ലാതെ അങ്ങ് നാണമായി നിധി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ശിവാനിയോട് പറയുന്നത്, നീ പാലുമായി നിധിയുടെ അടുത്ത് കൊണ്ടു കൊടുക്കുക എന്നിങ്ങനെ പാറു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല പുതുപുത്തൻ സാരിയും നല്ല അടിപൊളി സ്വർണ്ണാഭരണങ്ങളും മുല്ലപ്പൂവൊക്കെ ചൂടി പാലുമായി ഗൗതമിൻ്റെ റൂമിലോട്ട് കയറുകയാണ്. ഇനി അവരുടെ ശാന്തി മുഹൂർത്തം നടക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ശിവാനിക്കും വസുന്ധരക്കും തന്നെ തിരിച്ചടിയാവാണ്. അപ്പോൾ നല്ലൊരു മുഹൂർത്തമാണ് ഇനിയുള്ള എപ്പിസോഡുകൾ വരാനിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കുറച്ച് കഴിയുമ്പോഴേക്കും ഇടാവേ.